പ്രാർത്ഥനയുടെ ശക്തിയിൽ ആരംഭിച്ച നിങ്ങളുടെ കുടുംബജീവിതം നാളിതുവരെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ നിലനിന്ന നിങ്ങളുടെ കുടുംബജീവിതം ഇനി അങ്ങോട്ട് പ്രാർത്ഥനയുടെ ശക്തിയാൽ തന്നെ ശക്തമായി മുൻപോട്ട് പോകും. പ്രാർത്ഥനയുടെ ശക്തിയാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഏറ്റവും ഭംഗിയായി ദൈവം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന നിലനിൽപ്പിൻ്റെ വിഷയമാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കുകയാണ്. ദൈവമേ, അങ്ങ് എന്നെ സഹായിക്കാതെ, അങ്ങ് എൻ്റെ കരത്തിൽ പിടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ് പ്രാർത്ഥനയിൽ ഭക്തൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയാലാണോ? നാളിതുവരെയും നിങ്ങൾ പിടിച്ചു നിന്നത് പ്രാർത്ഥനയുടെ ശക്തിയാലാണോ? അങ്ങനെയെങ്കിൽ കേട്ടുകൊള്ളുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾ ജയത്തോടെ മുന്നോട്ട് പോകും. നമ്മുടെ പിതാക്കന്മാരൊക്കെ പലവിധമായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരാണ്. കഠിനമായ ശോധനകളിലൂടെ കടന്നുപോയവരാണ്. അവരൊക്കെ അതിനെ അതിജീവിച്ചത് പ്രാർത്ഥനയുടെ ശക്തിയാലാണ്. ദാനിയേൽ എന്ന ദൈവമനുഷ്യനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയണമെന്നുള്ളൊരു കൽപ്പന വന്നപ്പോൾ ദാനിയേൽ താൻ ചെയ്തു വന്നിരുന്നത് പോലെ, പതിവ് പോലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദിവസം 3 പ്രാവശ്യം. പ്രിയപ്പെട്ടവരെ, സിംഹത്തിൻ്റെ വായ അടയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടിട്ട് ദൂതനെ അയച്ചു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചു. ദൈവം ജീവിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അത്ഭുതകരമായ പ്രവൃത്തികൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ കാറ്റ് നിന്നെ മുക്കിക്കളയുകയില്ല. ഈ തിരകൾ നിന്നെ മുക്കിക്കളയുകയില്ല. ഈ പ്രതിസന്ധിയെ നീ അതിജീവിച്ച് ജയത്തോടെ മുൻപോട്ട് പോകും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നിങ്ങളെക്കൊണ്ട് കഴിയാത്ത കാര്യമാണ്, പക്ഷെ ദൈവത്തിനത് സാധ്യമാണ്. നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നത് തന്നെ അതിലാശ്രയത്തെ കാണിക്കുകയാണ്. കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ, ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ തൊട്ടു മുൻപിൽ മരണമാണ്. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് കാരാഗൃഹത്തിന്മേൽ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. ചങ്ങലകൾ അഴിക്കാൻ അവർക്ക് കഴിയില്ല. ഇരുമ്പ് വാതിലിൻ്റെ അകത്ത് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അത് തുറക്കാനൊന്നും അവർക്ക് കഴിയില്ല. പക്ഷെ അവർക്കൊന്നറിയാം, അവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് തൻ്റെ ദൂതനെ അയക്കുവാൻ കഴിയും. ദൈവത്തിന് സകലവും സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയിലാണോ? നിങ്ങളുടെ ജീവിതം ഇന്ന് പകലും ജയത്തോടെ പോകുന്ന പ്രാർത്ഥനയിലാണോ? നിങ്ങളുടെ ജീവിതം ഏറ്റവും ഭംഗിയായി നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിച്ച് നിങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ അത് പ്രാർത്ഥനയുടെ ശക്തിയാലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയാലാണോ? നിങ്ങൾ ഇതുവരെയും നിലനിന്നത് പ്രാർത്ഥനയാലാണോ? കേട്ടുകൊള്ളുക. ഇനിയും നിങ്ങൾ ജയത്തോടെ മുൻപോട്ട് പോകും. പ്രാർത്ഥനയുടെ ശക്തിയാൽ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന് കരുണയുള്ളത് ഇന്ന് പകൽക്കാലം നിങ്ങൾ പരാജയപ്പെടുകയില്ല. ജയകരമായൊരു ജീവിതം മുൻപിലുണ്ട്. നിങ്ങളുടെ ജീവിതം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കപ്പെടും. പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കപ്പെടും.
വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.